ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി തന്നെയാണ് ചർച്ചാ വിഷയം. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. സിനിമയിൽ തിളങ്ങി നിൽക്കുന്നു, ജനപ്രിയ നായകനാണ്, രാഷ്ട്രീയമായ പിന്തുണയുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മമ്മൂട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ വിജയം സുനിശ്ചിതം. അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണ് ഇവിടെ. മമ്മൂട്ടി ഏത് മണ്ഡലത്തിൽ അഭിനയിക്കും? തൃശ്ശൂരിൽ മത്സരിക്കുമോ, കോഴിക്കോട് മത്സരിക്കുമോ, അതോ എറണാകുളത്ത് മത്സരിക്കുമോ? ഇതാണ് ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ മമ്മൂട്ടി നിശബ്ദനാണ്. എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി രാഷ്ട്രീയത്തിൽ നിന്ന് വരില്ല എന്ന് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യം മമ്മൂട്ടിയോട് സംസാരിച്ചിട്ടുണ്ട്. മമ്മൂട്ടി എന്നാൽ ജയിച്ചൊരു മന്ത്രിയാകാം, ഒരു സിനിമാ മന്ത്രിയായി വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോൾ മമ്മൂട്ടി അന്നും പറഞ്ഞത് എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ ഞാനില്ല. എനിക്ക് എല്ലാ രാഷ്ട്രീയത്തിലെയും സുഹൃത്തുക്കളുണ്ട്. BJPയിലും കോൺഗ്രസ്സിലും CPIയിലും CPMയിലും കേരള കോൺഗ്രസ്സിലും ഒക്കെ നിരവധി സുഹൃത്തുക്കളുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ സുഹൃത്തുക്കളുണ്ടായ കൂട്ടത്തിലാണ് കോൺഗ്രസ് നേതാവായ ഉമ്മൻചാണ്ടി എൻ്റെ നല്ല സുഹൃത്തായിരുന്നു ആലോചിക്കണം. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ഞാൻ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ മത്സരിച്ചാൽ മറ്റുള്ളവരുടെ സ്നേഹം എനിക്ക് കുറയും. അടിസ്ഥാനപരമായിട്ട് ഞാനൊരു നടനാണ്. നടൻ എന്ന് പറഞ്ഞാൽ സിനിമയില്ലാതെ മമ്മൂട്ടി എന്നുള്ള നടന് നിലനിൽപ്പില്ല. എൻ്റെ വായുവാണത്, എൻ്റെ ഓക്സിജനാണ് എൻ്റെ സിനിമ. ആ ഒരു നേരം പോലും, ഒരു ദിവസം പോലും എനിക്ക് സിനിമയിൽ അഭിനയിക്കാതിരുന്നാൽ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്നാണ് മമ്മൂട്ടി അന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, മത്സരിക്കാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതുള്ളൂ? നിങ്ങൾ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുകയാണെങ്കിലോ, ഉദാഹരണമായിട്ട് രാജ്യസഭയിലേക്ക് നിങ്ങളെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ? അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു അത് രണ്ട് തലത്തിലുണ്ട്. മുമ്പൊക്കെ നമ്മുടെ എഴുത്തുകാരെയും കലാകാരന്മാരെയും രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ഉണ്ട്. ഇപ്പോഴും രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത പലരും ഇപ്പോൾ രാജ്യസഭയിലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. അതൊരു അംഗീകാരമാണ്. അതൊരു രാഷ്ട്രീയ ലേബിളിൽ വരുന്നതല്ല. അതൊരു കലാകാര നിലയ്ക്ക്, അതായത് നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ദേശീയ നടനാണ് ഞാൻ. നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, നിരവധി ഇപ്പോഴും അഭിനയിച്ചു. അങ്ങനെ രാഷ്ട്രപതിയുടെ ലിസ്റ്റിൽ മമ്മൂട്ടി എന്ന നടൻ്റെ പേര് വന്ന് അത് രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും സ്വീകരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി അങ്ങനെ വന്നില്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി താങ്കളെ രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിലോ? അതപ്പോൾ നോക്കാം എന്നേ മമ്മൂട്ടി പറഞ്ഞുള്ളൂ. കാരണം മമ്മൂട്ടി പറയാൻ അങ്ങനെ കാരണങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം മമ്മൂട്ടിയാണ് രാജ്യസഭയിലേക്ക് പോകുന്നത് എന്ന് ഉറപ്പ് കിട്ടിയിട്ട് പോലും അതെല്ലാം തട്ടിപ്പോയി വേറെ ആൾക്കാരെ പോകാറ് പതിവ്. അതുകൊണ്ടാണ് മമ്മൂട്ടി അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ മമ്മൂട്ടി ഈ ഒരു തീരുമാനമെടുത്തു, ഞാൻ ആർക്കെതിരെയും മത്സരിക്കുന്നില്ല. പറയാൻ കാരണം സുരേഷ് ഗോപിക്കെതിരെ മമ്മൂട്ടിയെ മത്സരിപ്പിക്കാനൊരു നീക്കം നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഇത്രയും ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു അത് മനസ്സിൽ വെച്ചാൽ മതി. സുരേഷും ഞാനും ഞങ്ങൾ സിനിമാക്കാരാണ്, ഞങ്ങൾ ഒരേ സംഘടന മെമ്പർമാരാണ്. സുരേഷിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സജീവ രാഷ്ട്രീയമില്ല. ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷേ ഞാൻ ഒരു പാർട്ടിയുടെ ലെവലിൽ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ജീവവായുവാണ് സിനിമ. അത് ശരിയാണെന്ന് പലപ്പോഴും മമ്മൂട്ടി തെളിയിച്ചിട്ടുണ്ട്. കാരണം കോവിഡ് വന്നൊരു അവസരമുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ രാവും പകലുമില്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടെ കോവിഡ് വന്നപ്പോൾ സ്ഥിതി എന്താ? വീട്ടിൽ അടങ്ങി ഒതുങ്ങി സൂക്ഷിച്ച് ഇരിക്കേണ്ടി വന്നു. വീട്ടിലിരിക്കും നല്ല കാര്യമാണ്, കുടുംബത്തോടൊപ്പം ജീവിക്കും നല്ല കാര്യമാണ്, പേരക്കുട്ടികളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരുമുണ്ട്. കുറേ ദിവസം അവരോടൊപ്പം ചിലവഴിക്കാൻ നല്ലതാണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വീട്ടുകാരാണെന്ന് ആലോചിക്കണം. ഈ തിരക്കിട്ട ജീവിതത്തിൽ അവരെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെ വീണ് കിട്ടിയ ഈ കോവിഡ് കാലഘട്ടം വീട്ടുകാർക്ക് സന്തോഷമായെങ്കിലും മമ്മൂട്ടി അസ്വസ്ഥനായിരുന്നു ആലോചിക്കണം. അതായത് ഒരു മീനെ പിടിച്ച് കരക്കിട്ട അനുഭവമായിരുന്നു മമ്മൂട്ടിക്ക് ആലോചിക്കണം. അത് ശ്വാസം കിട്ടാതെ പിടയുന്ന പോലെ. അത് ശ്വാസം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എന്ന് പറയുന്നത് സിനിമയാണ്. ഷൂട്ടിംഗ് ഇല്ലാതെ ദിവസങ്ങളോളം വീട്ടിലിരിക്കുക, അതും
ഭയന്ന് വിറച്ചുകൊണ്ട് കോവിഡിൻ്റെ പേരിൽ പലരും മരിച്ചു വീഴുന്നു. ഒരു ഭയാനകമായ ഒരു ദിവസങ്ങൾ തന്നെയായിരുന്നു ആലോചിക്കണം. ആ ദിവസങ്ങളെല്ലാം സത്യത്തിൽ മമ്മൂട്ടി പലപ്പോഴും ആ കോവിഡിൻ്റെ കാലഘട്ടം മാത്രം എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അതൊരു നല്ല പുസ്തകമായി തീരുമെന്നാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്നാൽ കുറിച്ച് വയ്ക്കാമായിരുന്നില്ലേ? എല്ലാം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു ഒന്നൊന്നര പുസ്തകമായി തീരും. പക്ഷേ അങ്ങനെ പുസ്തകം എഴുതാനുള്ള ലാംഗ്വേജ് എനിക്ക് മുഴുവനും കിട്ടിയിട്ടില്ല. എന്നെ സഹായിക്കാൻ ഒരാൾ കൂടി വരികയാണെങ്കിൽ അതൊരു മനോഹരമായ പുസ്തകമാക്കി മാറ്റാം എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പിന്നെ കോവിഡിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി ചറപറാന്ന് ഓടി നടന്ന് പറന്ന് അഭിനയിക്കുകയല്ലേ. അങ്ങനെ അഭിനയം തുടങ്ങിയപ്പോഴോ അതാണ് മമ്മൂട്ടിക്ക് വേറൊരു ഗുണം കിട്ടിയത്. ചിന്തിക്കാനും പഠിക്കാനും വായിക്കാനും നല്ല സിനിമകൾ കാണാനും കുറേ സമയം മമ്മൂട്ടിക്ക് ലഭിച്ചു. അത് ശരിക്കും വിനിയോഗിച്ചത് കോവിഡിന് ശേഷം ഇറങ്ങിയ സിനിമകളാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. കോവിഡിന് ശേഷം മമ്മൂട്ടി നിർമ്മിച്ച ആ സിനിമകളെല്ലാം കണ്ടു നോക്കൂ. ഒന്നിനൊന്ന് മെച്ചമല്ലേ. ഏത് സിനിമയാണ് മോശമായിട്ടുള്ളത്? നന്നായി തിയേറ്റർ ഓടുക മാത്രമല്ല, നല്ല അഭിപ്രായം നടന്നു ക്ലാസിക് സിനിമകൾ എടുക്കുന്ന നിർമ്മാതാവ് എന്ന പേരിൽ മമ്മൂട്ടി അറിയപ്പെട്ടു എന്നാലോചിക്കണം. എന്നാൽ കലയുണ്ട്, കച്ചവടമുണ്ട്. അങ്ങനെയുള്ള സിനിമകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ണൂർ സ്ക്വാഡ് ഓടുമ്പോൾ തന്നെ അത് നിർത്താതെ ഭയങ്കര ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കാതൽ എന്നുള്ള വ്യത്യസ്തമായ മറ്റൊരു സിനിമ ഇറങ്ങിയത്. അത് നെഗറ്റീവ് ടച്ചുള്ളൊരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. എന്നിട്ട് പോലും അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് വിചാരിച്ചവരും ചർച്ച ചെയ്തവരുണ്ട്. ആ സിനിമയുമായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ എത്രയും ഇറങ്ങാനിരിക്കുന്ന ഒരു 5 സിനിമകൾ, മിനിമം 5 സിനിമകളെല്ലാം വ്യത്യസ്ത പുലർത്തുന്ന മമ്മൂട്ടിയുടെ സിനിമകളാണെന്ന് ആലോചിക്കണം. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ഈ സിനിമകൾ വിട്ടുകൊണ്ട്, ഈ സിനിമകൾ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന പുതുമുഖങ്ങളുടെ സിനിമകൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് എനിക്കെങ്ങനെ രാഷ്ട്രീയത്തിൽ പോകാനും കഴിയും? രാഷ്ട്രീയം ആർക്കും പോകാവുന്ന വഴിയാണ്. പക്ഷേ സിനിമ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അതിനൊരു താളമുണ്ട്. ആ താളം തുടർന്നു കൊണ്ടുപോകണം. താളപ്പിഴയുണ്ടാവാനും തകർന്നു വീഴും. എൻ്റെ ഓക്സിജൻ സിനിമ തന്നെയാണ്. ഞാനങ്ങനെ എന്തായാലും ഒരു കാര്യം ഉറപ്പ്, രാഷ്ട്രീയ കക്ഷികളുടെയോ മുന്നണിയുടെയോ ഭാഗമായി ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. അതല്ലാതെ എന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ, എൻ്റെ സേവനം വിനിയോഗിക്കണമെങ്കിൽ എന്നെ നോമിനേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ആലോചിക്കാം. അപ്പോഴും ഞാൻ സിനിമ ഉപേക്ഷിച്ചു കൊണ്ട് പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി സജീവ രാഷ്ട്രീയമുണ്ടെങ്കിലും സുരേഷ് ഗോപിയും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാലും ശരിയാണ്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി, തൃശ്ശൂർ എടുക്കാൻ വേണ്ടി ഇപ്പോഴും ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടത്തുന്നു. അവിടെ പള്ളിയിൽ പോയി കിരീടം വയ്ക്കുന്നു, സ്വർണ്ണ കിരീടം വയ്ക്കുന്നു. എല്ലാവരും ആൾക്കാരെയും കാണുന്നു. അതായത് ഞാൻ ഈ തൃശ്ശൂർ പിടിച്ച് എടുക്കുമെന്നുള്ള വാശിയോടെ സുരേഷ് ഗോപി നടക്കുന്നു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞ സുരേഷിന് അങ്ങനെ പറയാം, സുരേഷ് ഗോപി അങ്ങനെ ആയി തീർന്നു എന്നാലോചിക്കണം. പക്ഷേ മമ്മൂട്ടി അങ്ങനെ ആയി തീർന്നിട്ടില്ല. മമ്മൂട്ടി എന്ന എൻ്റെ സ്വപ്നങ്ങൾ കുറേ കൂടി വലുതാണ്. കാരണം വ്യത്യസ്തമായ സിനിമകൾ, നായകനായിട്ട് മാത്രമല്ല വില്ലനായിട്ട് തന്നെ അഭിനയിക്കാൻ പോകുന്നു, വില്ലൻ വേഷങ്ങളിൽ. അപ്പോൾ മമ്മൂട്ടി സാധാരണ വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടാണ് പലരും നായക വേഷത്തിൽ എത്തി നിൽക്കുന്നത്. നായക വേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ വില്ലൻ വേഷത്തിൽ അഭിനയിക്കില്ല. അതിനു കൂടി മറുപടിയാണ് മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മനോഹരമായ വില്ലൻ വേഷം അഭിനയിച്ചാൽ എന്താ കുഴപ്പം? ഷോലയിലെ അംജിദ് ഖാൻ്റെ വേഷം, ആ വേഷം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയില്ലേ? ഷോല എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് അംജിദ് ഖാൻ്റെ പേരല്ലേ? നല്ല പക്ക വില്ലനല്ലേ? എന്തുമാത്രം മനോഹരമായ വില്ലൻ. അങ്ങനെയുള്ള കഥാപാത്രത്തെ മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ.